പാകിസ്ഥാനിലെ ലാഹോറിൽ വിശുദ്ധ കുർബാനയ്ക്കിടെ ചാവേർ ആക്രമണം നടത്താനെത്തിയ ഇസ്ലാമിക തീവ്രവാദിയെ തടഞ്ഞു നിർത്തുന്നതിനിടയിൽ ജീവൻ നഷ്ടമായ ആകാശ് ബഷീർ എന്ന യുവാവിനെ ആകാശ് രക്തസാക്ഷിയായി തീർന്ന മാർച്ച് 15-ാം തീയതി പാകിസ്ഥാനിലെ സഭ അനുസ്മരിച്ചു. ലാഹോറിലെ യൂഹനാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺ ദേവാലയത്തിന് പുറത്ത് 2015 മാർച്ച് 15-നാണ് 20 വയസ്സുകാരൻ ആകാശിന്റെ മരണത്തിനിടയാക്കിയ സംഭവം അരങ്ങേറുന്നത്. സംശയാസ്പദമായ രീതിയിൽ ഒരാൾ ദേവാലയത്തിലേക്ക് വരുന്നത് കണ്ട് ദേവാലയത്തിലെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്നവരിൽ ഒരാളായ ആകാശ് അയാളെ തടഞ്ഞുവെക്കുകയായിരുന്നു. ഞാൻ മരിച്ചാലും നിന്നെ ദേവാലയത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തീവ്രവാദി ആകാശ് തടഞ്ഞുവെച്ചത്. പിന്നാലെ നടന്ന സ്ഫോടനത്തിൽ തീവ്രവാദിയോടൊപ്പം ആകാശ് മരണമടഞ്ഞു. 2022 ജനുവരി മാസം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന്റെ നടപടിക്രമങ്ങൾ ലാഹോർ അതിരൂപത ആരംഭിക്കുന്നത്. ഇതേ തുടർന്ന് ഫ്രാൻസിസ് പാപ്പ ആകാശ് ബഷീറിനെ ദേവദാസനായി പ്രഖ്യാപിക്കുകയുണ്ടായി. രൂപതാതല അന്വേഷണ നടപടികൾക്ക് മാർച്ച് 15-ാം തീയതി ലാഹോറിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയോടുകൂടി സമാപനമായി. 500ഓളം ആളുകളാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ നാഷണൽ ഡെസ്ക്, ഷെക്കിനായ് ന്യൂസ്.